ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, അതായത് ഈ ഇന്റർവ്യൂസ് എല്ലാം ഭയങ്കര സൂപ്പർ ഹിറ്റായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും ടെൻഷൻ വരാറുണ്ടോ? ഈ സിനിമ ഇറങ്ങണ പോലെ ഇന്റർവ്യൂ ഇറങ്ങുമ്പോ ഓടുവോ ദൈവമേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ. സിനിമ ഇറങ്ങുമ്പോ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ, ഇല്ലല്ലേ? കാരണം അത് ഓടില്ലെന്ന് എനിക്കറിയാലോ. ഇന്റർവ്യൂ ഇറങ്ങുമ്പോ എനിക്ക് ടെൻഷൻ ഉണ്ട്. ഉണ്ടല്ലേ? അതെ, ഇന്റർവ്യൂ ഇറങ്ങുമ്പോ ഹിറ്റായില്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ വീണയുടെ കൂടെയുള്ള ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. ഇത് ഇറങ്ങിയപ്പോ കൈയടിക്കുന്നോ? കാരണം നമ്മള് ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോ ഒരു കോമ്പിനേഷൻ ആണല്ലോ. നമ്മളെ ഈ ആങ്കറും അല്ലെങ്കിൽ ഗസ്റ്റും തമ്മിൽ ഉണ്ടാവുന്ന ഒരു കോമ്പിനേഷനിലാണല്ലോ ഇന്റർവ്യൂ ആവുന്നത്. പക്ഷേ ആ ആങ്കർ മോശം അവസ്ഥയിലും, പക്ഷെ അതാണ് അവിടെയാണ്, അതായത് ആങ്കറിന് കുറച്ച് താഴ്ച ഉണ്ടായപ്പോഴും ആങ്കറിനെ വിടാതെ കൈപിടിച്ച ധ്യാനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോ വീണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അവിടെ പോകാനിരുന്നു. പിന്നെ എന്നെ വിഷമിപ്പിക്കരുതല്ലോ മാത്രം. ഇങ്ങോട്ട് വരുമ്പോ റോസ്റ്റ് ചെയ്യൂന്നൊക്കെ ഞാൻ എവിടെന്നോ ഒരു പരദൂഷണം കേട്ടായിരുന്നു. പക്ഷെ ഇതുമാതിരി ഇങ്ങനെ വന്നിരുന്നപ്പോ തൊട്ട് എനിക്കിട്ട് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. എന്നെ കൊണ്ട് കേക്ക് കഴിപ്പിച്ചില്ലേ? അതിഥി മാർവൽ കേക്ക്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നു. മകള് വലുതായി വരുന്നു. ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ എന്താണ് ഉണ്ടായിട്ടുള്ളത് സിനിമ മാറ്റി വെച്ചു കഴിഞ്ഞാൽ? സിനിമ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ, ഇന്റർവ്യൂയിലൂടെ സ്റ്റാർ ആവുന്നു. സിനിമ ഓടാതെ പോകുന്നു, പക്ഷെ ഇന്റർവ്യൂ ഇങ്ങനെ ഓടുന്നു. സിനിമയെക്കാളും കൂടുതൽ ഇപ്പൊ നമ്മളാ ചെയ്ത ഇന്റർവ്യൂക്ക് ഇപ്പോഴും ഓടുക, ആൾക്കാർ കാണുക. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലമായിട്ട് ആ ഇന്റർവ്യൂ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സിനിമ എനിക്ക് ഓടുന്നില്ലല്ലോ. രക്ഷപ്പെടും. അല്ല, ഈ അന്യഭാഷാ സിനിമകളിലേക്കും കൂടെ കടക്കണമെന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും ധ്യാനിന് വന്നിട്ടുണ്ടോ? അന്യഭാഷയോ? സ്വന്തം ഭാഷയിലൊന്നും ക്ലച്ച് പിടിച്ചിട്ടില്ലേ അന്യഭാഷ? അത് ഞാൻ ഇപ്പോഴത്തെ എന്നോട് ഇങ്ങനെ ഒരാൾ ചോദിച്ചു, ധ്യാനെ ഇങ്ങനെ സിനിമ ചെയ്യുന്ന എങ്ങനെയല്ല, ഇത് നിർത്തണമെങ്കിൽ എന്ത് ചെയ്ത് ഇങ്ങനെ വാരി വലിച്ച് സിനിമ ചെയ്തിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞു, എന്നെ നിർത്തണം ഒരു കഴിയുള്ളൂ. ഈ എന്താ പറയണ്ടേ, വല്ല മറ്റേ അരിക്കൊമ്പനെയൊക്കെ നാട് കടത്തിയ പോലെ ഒരു ലോറിയിൽ എന്നെ മറ്റേ ട്രാൻഗ്ലേസറൊക്കെ അടിച്ചിട്ട് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് എന്നെ ഇടണം. അങ്ങനെ ഞാൻ അഭിനയം നിർത്തും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഞാൻ ഉള്ള പോലെ തുറന്നു പറയും കേട്ടോ. അതിന്റെ പേരിലുള്ളതാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. എന്തും പറയാലോ, ഞാൻ മാറ്റി ചെത്ത് വിളിക്കല്ലേ ഉള്ളൂ. അല്ലാതെ ഞാൻ അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, നമ്മൾ തമ്മിൽ ഭയങ്കര സൗഹൃദമാണെന്നാണ് എല്ലാവരുടെ വിചാരം. നമ്മള് ഫോൺ വിളിച്ചാൽ പോലും എടുക്കൂല എന്നുള്ളതാണ് സത്യാവസ്ഥ കേട്ടോ. ഞാൻ തിരക്കല്ലേ? അതെ, എനിക്ക് മനസ്സിലാവും. അപ്പൊ എന്താ എന്നോട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങേരുടെ പടം ഒന്നും ഓടുന്നില്ല, പക്ഷെ ഇങ്ങേർക്ക് തുടർച്ചയായിട്ട് സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇത് എന്തായിരിക്കും ഇതിന്റെ പുറകിലെ ഗുട്ടൻസ് എന്ന് അങ്ങനെ എപ്പോഴെങ്കിലും ധ്യാനം ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട വിഷയം. എന്തുകൊണ്ട് ഇത്ര സിനിമ? കറക്റ്റ്. കാരണം നമ്മൾ ചെയ്ത ജോലിയിൽ നമുക്ക് ആദ്യം വേണ്ടെന്ന് അറിയണ അച്ചടക്കം. എനിക്ക് നന്നായിട്ടുള്ളതും അത് തന്നെ, അച്ചടക്കം. നമ്മൾ ആരെയും വെറുപ്പിക്കാതിരിക്കുക. ഇത് രണ്ടും ചെയ്യാതിരുന്നതിന് നമുക്ക് സിനിമകൾ വരും. പലരും എന്നോട് ചോദിക്കുന്നത്, ശ്രീനിവാസന്റെ മോനായതുകൊണ്ടല്ലേ ഇത്ര സിനിമ? അങ്ങനെ ആയതുകൊണ്ട് ആർക്കും ഒരു സിനിമയും വരൂലെന്നേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും സിനിമ വരുമോ? കഴിവ് മാത്രമാണല്ലേ? കഴിവ് വെറും കഴിവ്.